അപ്പം ഞാൻ ശരിക്കും പോകണമല്ലോ. പോയിക്കോ, അതാ നല്ലത്. അപ്പം അങ്ങനെയാണ് അവൾ ഹോസ്റ്റലിലെത്തിയത്. പിന്നെയും കുറച്ച് നാൾ അവൾ ഫ്ലാറ്റിലുണ്ടായിരുന്നു എന്നാണല്ലോ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ. കറക്റ്റാ. തന്നെ കാണാൻ വന്നായിരിക്കും അല്ലേ? എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. എന്തൊരു വൃത്തിയിട്ട ഹോസ്റ്റലാണത്. എന്താ രാത്രി 1 മണിയായപ്പോൾ എനിക്കൊരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തു. സ്വാഭാവികം. ഡെലിവറി ബോയ് അത് കൊണ്ടു തന്നു. പിന്നെ രാത്രി 2 മണിയായപ്പോൾ എനിക്കൊരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തോന്നി. എന്തേ ഡെലിവറി ബോയ് കൊണ്ടു തന്നില്ലേ? തന്നു. അപ്പൊ ഹോസ്റ്റലിൽ വാടം വന്ന് പറയാ അസമയത്ത് ഇതൊന്നും ഇവിടെ പറ്റൂലെന്ന്. എനിക്കൊക്കെ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു വിശന്നിട്ടല്ലേ തള്ളേന്ന്. അപ്പൊ ആ തള്ളേനോട് പറയാ അവരെ തള്ളേന്ന് വിളിക്കരുതെന്ന്. എനിക്കൊന്ന് കലി കയറി. ഞാൻ ചോദിച്ചു രാത്രി 2 മണിക്ക് വിശന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പൊ അവരെന്നോട് പറയാം നാളെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. എനിക്കൊന്ന് ദേഷ്യം വന്ന് ഞാൻ അവിടെ ഇരുന്ന് ഫ്ലവർ വൈസ് എടുത്ത് അവിടെ തലയ്ക്കൊറ്റ വെച്ച് കൊടുത്തു. ഇല്ല, അവർക്കൊന്നും പറ്റിയില്ല. അവര് പുറകിലുള്ള ജനലിൽ ചില്ല് പൊട്ടിപ്പോയി. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. അങ്ങനെ അവരെന്നെ പുറത്താക്കിയ. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അതല്ലേ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാജേഷ് ചേട്ടനെ കണ്ടു. ചേട്ടനാ പറഞ്ഞത് ഡോക്ടർ ഫ്ലാറ്റിലുണ്ട് പോയിട്ടില്ല എന്ന്. അമ്മാവൻ എങ്ങനെയുണ്ട്? അമ്മാവൻ ചത്തില്ല, അതുകൊണ്ട് പോയില്ല. അപ്പൊ ഞാൻ കറക്റ്റ് സമയത്താണ് വന്നത്. കറക്റ്റ് സമയം, നല്ല സമയം. ആ ഡോക്ടർ മോനെ, വൈഫിനെ ഞാൻ ഫ്ലാറ്റിൽ സേഫായിട്ട് കൊണ്ട് വിട്ടായിരുന്നു. കണ്ടില്ലായിരുന്നോ? പിന്നെ ആ കല്യാണത്തിൻ്റെ ചില പാർട്ടിയിൽ ഒതുക്കല്ലേ, നമുക്കൊരു കുപ്പിയൊക്കെ. എന്നാ വെറൈറ്റി തെറിയ, ഇത് എവിടുന്ന് പഠിച്ചത്? ആ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചായിരിക്കും. ആൽബി ഡോക്ടറെ, എന്താ ടീച്ചർ? ക്ലിനിക്കിലേക്കാണോ? എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യുമോ? അതിനെന്താ? ഞങ്ങളോടൊന്നും പറയാതെ കല്യാണം കഴിച്ചല്ലേ? ടീച്ചർ അത് അങ്ങനൊന്നുമല്ല, അവള് ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട്, അത്രേ ഉള്ളൂ. ഓ തന്നെ തന്നെ, അത് പോട്ടെ. അല്ല, മായ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ? കോഴ്സ്? അവളതിന് മെഡിക്കൽ റെപ്പാണല്ലോ, ടീച്ചർക്ക് ആളും അറിയായിരിക്കും. ആള് മാറാനോ? അത് മായേ. ഷി വാസ് മൈ സ്റ്റുഡൻറ്റ്. ശരിയും? ആ, അവളുടെ പേരൻസ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം അവൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി. ഫാമിലിയിൽ വേറെ ആരുമില്ല? ഒരു അനിയത്തി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരുപക്ഷെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല പൊസിഷനിൽ എത്തേണ്ടതാണ്. ടീച്ചർ അവളോട് സംസാരിച്ചു? ഇല്ല, നമ്മുടെ ഫ്ലാറ്റിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, അതിൽ ഫോട്ടോ കണ്ടതാ.